ഞാനിപ്പോ നിൽക്കണ ഒരു ഗാർഡനിലാണ്, കീർത്തി ഗാർഡൻ, അതായത് കൊടുങ്ങല്ലൂര്, നമ്മളുടെ ബോയ്സ് ഹൈസ്കൂള്, അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അടുത്താണ് ഈ ഗാർഡൻ. അപ്പൊ നമ്മൾ ഈ ഗാർഡനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇവിടുത്തെ ഏകദേശം ഒരു എത്ര സെന്റ്, ഒരു 55 സെന്റോളം ഉണ്ടാവും. അപ്പൊ ഈ 55 സെന്റ് സ്ഥലത്ത് ഉള്ള ഈ ചെടികളും അതിനെ കുറിച്ചൊക്കെ ആള് പറഞ്ഞു തരും കുറച്ച് കാര്യങ്ങളൊക്കെ. കറക്റ്റ് എനിക്ക് ഈ ചെടികളെ കുറിച്ച് കറക്റ്റ് ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഈ ഒരു ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗാർഡനിലേക്ക് പ്ലാന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിലേക്ക് നേരിട്ട് പോയിട്ട് സ്റ്റോക്ക് എടുത്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇവിടെ നിന്ന് വളരെ തുച്ഛമായ നിരക്കിൽ പ്ലാന്റ്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അറിവ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. ഈ ഒരു ഗാർഡനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഗാർഡൻ തന്നെയാണ്. എന്റെ അറിവിൽ ഇത്രയും വലിയൊരു ഗാർഡൻ നമ്മുടെ കൊടുങ്ങല്ലൂർ ഇല്ല എന്ന് തന്നെ പറയാം. എന്റെ അറിവിലില്ല. ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്, കാരണം വൈഫിനൊക്കെ ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഗാർഡൻ എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ഗാർഡൻ തന്നെയാണ്. അപ്പൊ ഈ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഈ കീർത്തി ഗാർഡനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ നല്ല ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ഹോൾസെയിൽ വിലയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം മണ്ണൂത്തി റേറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. മണ്ണൂത്തിലൊക്കെ ഒന്നും നമ്മൾ പോകില്ലല്ലോ, ഈ എടുക്കാൻ വേണ്ടി മണ്ണൂത്തിലേക്ക് പോകും. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണൂത്തി വരെ വണ്ടി ഓടിച്ച് പോകുമല്ലോ. എന്തായാലും ആ മണ്ണൂത്തി റേറ്റിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഗാർഡനിൽ, ഈ കീർത്തി ഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ കിട്ടാം. അത് എന്തായാലും ഉറപ്പാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മളെ അടുത്ത് തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ്. നമ്മുടെ മെയിൻ ബിസിനസ് അതാണ്, ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് മെയിൻ. അപ്പൊ നമുക്ക് ആദ്യം ഏറ്റവും കൂടുതൽ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. നമുക്ക് ആ ഫ്രൂട്ട്സിന്റെ ഒന്ന് നോക്കാം. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന മാവ്, പ്ലാവ്, ചാമ്പ, പേര, അങ്ങനെയുള്ള അത്യാവശ്യം നാടനും വിദേശികളായിട്ടുള്ള പഴങ്ങളും. പേരുടെ ഒക്കെ അവിടെയാണോ? പേര ഇത് തൈവാൻ ബെങ്ക് പേര. വലിയ പേരൊക്കെ ഉണ്ടാവും. വലിയ പേരൊക്കെ അത്യാവശ്യം നല്ല ഒരു 300. ഇത് ഏതാണ്? അത് തന്നെ തൈവാൻ ബെങ്കാണ്. ഈ പേരായിരിക്കും. അതന്നെ. ഇത് വലുതാവും, കുറച്ചുകൂടി വലുതാവും. ഇപ്പൊ ചെറിയ തയ്യായിരം അധികം നാൾ പിടിക്കും? ഇല്ല, അതൊക്കെ ചെറിയ തയ്യുമ്പോ തന്നെ ഈ കവർ പരിപാടി തന്നെ വരാറുണ്ട്, കായിടാറുണ്ട്. ഇതിന്റെ വളവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടൂലേ? ഇതിപ്പോ അത്യാവശ്യം എല്ലാ വളങ്ങളും നമുക്ക് കൂടെ കിട്ടുന്നുണ്ടാവും. ഇംഗ്ലീഷ് വളം വെച്ച് ജൈവ വളങ്ങളൊക്കെ കിട്ടും. പേരയെ തന്നെ നമുക്കൊരു 4-5 വെറൈറ്റി പേരകള് നമുക്കിവിടെ ഉണ്ട്. ഇതിപ്പോ അത്യാവശ്യം മാർക്കറ്റുകൾ ഇപ്പൊ ജപ്പാൻ പേരാന്ന് പറഞ്ഞാൽ അതാണിത്. ഇത് സീഡ്ലെസ് ആണ്. ധാരാളം ഇത് നല്ല വലിപ്പം ഉണ്ടാവും, മധുരം ഉണ്ടാവും. അതന്നെ വലിയ പിന്നെ വയലറ്റ് പേര, വെരിഗേറ്റഡ് പേര, അങ്ങനെ കുറെ ഐറ്റംസ് ഇതിലുണ്ട്. വിദേശിയായിട്ടുള്ളതും നാടനായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള മാവുകളുണ്ട്. ഇതിപ്പോ നമ്മളുടെ ഹൈറ്റ് ഉണ്ടല്ലേ? ഇതൊക്കെ കൂടുതലും നല്ല ഇനം മാവുകളാണ്. ഇപ്പൊ മിയാസാക്കി, ഈ ബനാന യെല്ലോ, ബനാന പിങ്ക്, ഈ കാറ്റിമോൺ, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ലെവലുള്ള മാങ്ങകളാണ്. ഡ്രമ്മില് സെറ്റ് ചെയ്തൊക്കെയാണ്. ഇത് മൂവാണ്ടൻ മാവാണ്. കായിട്ടിടുന്ന ചെറുതായിട്ട് കായുണ്ട്. കായിട്ടുണ്ട് അവിടെ അത് വാങ്ങിണ്ട്. ഇത് എന്ത് മാങ്ങ? ഇത് മൂവാണ്ടൻ തന്നെ. നമുക്ക് ആയിട്ട ചെടികളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പൊ കായിട്ടതിനും ഇതിനൊക്കെ സെയിം വില ആയിരിക്കും? ഇല്ല, വില ഇതിന് വില കൂടും. ഇത് ഡ്രമ്മിൽ സെറ്റ് ചെയ്തേക്കണതിന്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസം വരും. ആ ഡ്രമ്മിന്റെ ചാർജും പിന്നെ അതിന്റെ സെറ്റിങ്ങിനുള്ള ഒരു ചാർജും വരും. ഇത് ഓറഞ്ച് നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ടാവുമല്ലേ? പിന്നെ ഇത് ഇവിടെ നിന്നുണ്ടായതാണ്. ദബിയുന്റെ കയ്യാണ്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ വരുമ്പോ പ്ലാവിന്റെ ഒരു ഭാഗത്താണ്. പ്ലാവാട്ട മൊത്തം. അതായത് മേലും മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ മാവാണ്. കാലാപ്പാടി നല്ല മാവാണ്. അധികം കേടൊന്നും ഇല്ലാണ്ട് ഓൾ സീസൺ പോലെ കഴിക്കണ മാവാണ്. അധികം ഹൈറ്റിൽ വളരൂല, നമുക്ക് ഒരു ഒതുക്കിയൊക്കെ വളർത്താവുന്ന ഒരു മാവാണ്. പിന്നെ ഇതൊക്കെ പ്ലാവിന്റെ ഇതിൽ വരുമ്പോൾ വിയറ്റ്നാം മേർലി ഉണ്ട്, J33 ഉണ്ട്, AVRK ഉണ്ട്, കംബോഡിയൻ ഉണ്ട്, പിന്നെ സാധാരണ തേൻവരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലാവുകൾ കുറെ ഇനമുണ്ട് അത്യാവശ്യം. നോക്കുക സിദ്ധു, ശങ്കര, ഇതെന്താണ് അബിയു എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉള്ള പഴമാണത്. ഇതിന് ഏകദേശം കരിക്കിന്റെ ടേസ്റ്റ് ഒക്കെ എന്നാണ് പറഞ്ഞത്.
നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം ഉണ്ടാവും അത്. N18, സ്കൂൾ ബോയ്, ഇത് പിന്നെ സീസർ, അങ്ങനെയൊക്കെയുള്ള കുറെ വെറൈറ്റികൾ റംബുട്ടാനിലുണ്ടാവും. റംബൂട്ടാനല്ലേ? ആ. നമ്മളുടെ ഇവിടെ ഇത് പിടിക്കും. റംബുട്ടാൻ നന്നായിട്ട് എല്ലായിടത്തും ഉണ്ടാവണല്ലോ. മാനില ടെന്നീസ് ബോൾ ചെറി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയാണ്. ചാമ്പത്തയ്യൊക്കെ ഇത്ര ആവുള്ളൂ, അല്ലെങ്കിൽ വലുതാവും. ഇത് വലുതാവും. ഇതിലും വലുതാവും. കവറിൽ ഇരുന്നിട്ട് അങ്ങനെ കായുന്നു. നമ്മളുടെ ഹൈറ്റ് ഒക്കെ ആവും. പിന്നെ നമ്മുടെ ഹൈറ്റല്ല, അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകും. പിന്നെ ലോങ് മൾബറി, ഗ്രൂമി ചാമ, മരമുന്തിരി, വെരിഗേറ്റഡ് സപ്പോട്ട, സുറിനാം ചെറി, മാതളം. അത്യാവശ്യം നമ്മള് ഈ ഡ്രമ്മൊക്കെ കണ്ടില്ലേ, ഇതേപോലെ നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടുന്ന് ചെടി മേടിച്ചിട്ട് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. ഈ നിങ്ങളപ്പോ ഈ ഗാർഡൻ സെറ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാവർക്കും നമ്മുടെ പണിക്കാർ ചെയ്ത് കൊടുക്കും. ഈ തെങ്ങൻ തൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം 1 വർഷം 2 വർഷം ഒക്കെ എത്തിയ തൈകളുണ്ട്. ചെറുതും ഉണ്ട്. ചെറുതാകുമ്പോൾ ഈ ഗംഗാബോണ്ടും ഉണ്ട്, ഈ ചാവക്കാടൻ കുളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും എത്ര മാസമാണ്? ഇതൊക്കെ 3 വർഷമാണ് സാധാരണ തൈട പറയണത് കായ്ക്കണ. ഇതൊക്കെ 2 വർഷമൊക്കെ എത്തിയതിന്റെ പേരിൽ വേഗാവും. ഏകദേശം അതിന്റെ കടയൊക്കെ തിരിഞ്ഞു തുടങ്ങിയ ഓലയൊക്കെ പൊട്ടി. ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കണ്ട. ഇതെന്താണ്? ഇത് യൂജീനിയ എന്ന് പറഞ്ഞാൽ തീ പോലെ നിൽക്കണത് ലിവർ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് യൂജീനിയയുടെ. ഇതൊക്കെ വെരിഗേറ്റഡ് യൂജീനിയ. സാധാരണ യൂജീനിയ നമുക്ക് കൂടെ ഉണ്ട്. ഇവിടെ തുടങ്ങിയപ്പോ നാരങ്ങളുടെ വെറൈറ്റിയാണ്. ഇത് മുസംബി ഉണ്ട്. ചെറുനാരങ്ങ അല്ലേ ഇത്? ഇത് ബബ്ലൂസ് നാരങ്ങ. ബബ്ലൂസ് ആണോ? സീഡ്ലെസ് ലെമൺ. കുരുവില്ലാത്ത നാരങ്ങ. ഒടിച്ചുതി ആരൊന്നും പറയുന്നു. അധികം ഹൈറ്റ് ഒന്നും വെക്കൂലേ? ഇല്ല, നമുക്ക് പിന്നെ വെട്ടി നമുക്ക് അതിന്റെ കണക്കിന് ചെയ്യാം. നാളെ കഴിയുമ്പോ പെട്ടെന്ന് ഒരു 6 മാസത്തിനുള്ളിലൊക്കെ ലെയർ ചെയ്ത തൈകളല്ലേ, അപ്പൊ വേഗാവും. ഇത് വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച്. ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ ഈ ചെറുനാരകത്തിന്റെ ഒക്കെ ഉപയോഗമില്ല. നാരങ്ങ വെള്ളം കലക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെടി പോലെ വളർത്താം നമുക്ക്. അത് തന്നെ മിക്കവാറും ടൈമില് ഫ്രൂട്ട്സ് ഉണ്ടാവും. നമ്മുടെ വെരിഗേറ്റഡ് മുസംബി, വെരിഗേറ്റഡ് ചെറുനാരകം. അത് കുറച്ചും കൂടി വലിപ്പം വെക്കും. ഇപ്പൊ നമ്മ അവിടെ കണ്ടില്ല അതിന്റെ അത്ര. പിന്നെ വരുമ്പോ നമുക്ക് ചാമ്പടയാണ്. ഇത് ചാമ്പട കളക്ഷനാണ്. ഇത് ദിൽഹരി എന്ന് പറഞ്ഞ ചാമ്പ. പിന്നെ ഇത് തായ്ലൻഡ് വാട്ടർ ആപ്പിൾ എന്ന് പറഞ്ഞ ചാമ്പക്ക. വലിയ ചാമ്പക്ക ആയിരിക്കും ചാമ്പക്ക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഈ ഗാർഡനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.